പക്ഷേ ഈ പറഞ്ഞതുപോലെ മലയാള സിനിമയ്ക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ സംഭാവന ചെയ്തു. താങ്കളിലൂടെയാണ് ഈ കഥാപാത്രങ്ങൾ വരുന്നത് അല്ലേ? സിനിമയായിട്ട് നിർമ്മാണത്തിലൂടെ ആ സിനിമ കഥാപാത്രങ്ങൾ നിങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റിനോട് ഇത്ര സ്നേഹവും. പ്രേക്ഷകർക്ക് ലിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ കാണാൻ തന്നെ പ്രേക്ഷകർ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന വ്യക്തിയാണ്. ലിസ്റ്റിൻ്റെ ഒരു സിനിമയിലേക്കുള്ള വരവ് ഇതിനു മുമ്പും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ വിതരണം ചെയ്തുകൊണ്ട്, സിയാദ്ക്കാട് ഒരു സിനിമ വിതരണം ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഒരിക്കലും ഒരു നിർമ്മാണത്തിൽ എത്തുമെന്ന് അന്നെങ്കിലും സ്വപ്നം കണ്ടിരുന്നു? അല്ല, തീർച്ചയായിട്ടും അതിനോട് താല്പര്യമുള്ളത് കൊണ്ടിട്ട് തന്നെയാണല്ലോ ഈ മേഖലയിൽ വന്നത്. അത് വളരെയധികം ഒരു പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. പക്ഷേ അതിലുപരി എനിക്ക് ഈ കോർഡിനേഷനോടാണ് കൂടുതൽ താല്പര്യം. എല്ലാം സംഘടിപ്പിക്കുക, സംഘാടകൻ, അതിലാണ് എനിക്ക് കൂടുതലും സന്തോഷം. പിന്നെ ഒരു സിനിമ നിർമ്മിക്കുക, കൂടുതൽ സിനിമകൾ നിർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അപ്പം ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിലാണെങ്കിലും അലിയുടെ ജീവിതത്തിലാണെങ്കിലും സംഭവിച്ചുകൊണ്ടിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ടിസ്റ്റാവും. അതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു MLA സ്ഥാനം പോലും ആഗ്രഹിക്കാത്ത ഒരാൾ, ഒരു പാർട്ടിയുടെ ഒരു സാധാ മെമ്പറായിട്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ലോക്കൽ കമ്മിറ്റി മെമ്പർ ആവുമായിരിക്കും. ലോക്കൽ കമ്മിറ്റിയുടെ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ PN വരും. അത് കഴിഞ്ഞിട്ട് ജില്ലയിലേക്ക് വരും, പിന്നെ സംസ്ഥാന തലത്തിലേക്ക് വരും. പെട്ടെന്നായിരിക്കും അവിടെ നിന്ന് ഒരു ട്വിസ്റ്റ് വരുന്നത്. ചിലപ്പോൾ മന്ത്രിയായിരുന്നിരിക്കാം, മുഖ്യമന്ത്രിയായിരുന്നിരിക്കാം, അല്ലെ? എല്ലാ മേഖലയിലും സ്പോർട്സിലൊക്കെ എങ്ങനെയല്ലേ? 11 അംഗ ക്രിക്കറ്റ് ടീമിൽ ഈ ഇന്ത്യയിൽ കളിക്കുന്ന എത്രയോ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഉണ്ട്, അല്ലെ? അപ്പം ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് ഈ 11 ഉള്ള അല്ലെങ്കിൽ 20 താഴെയുള്ള ടീം അംഗങ്ങളാണ് ഉള്ളത്. അപ്പം എത്രയോ പേര് കളിക്കുന്നല്ലേ? അപ്പം അതിൽ വരുന്നവരെല്ലാം ഭാഗ്യം ചെന്നവരും ചില കാര്യങ്ങൾ ട്വിസ്റ്റുകളോടുകൂടി സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലെ ഒരു മേഖലയാണ് സിനിമയിൽ. എൻ്റെ ജീവിതത്തിലും ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഒരു പരാജയം സംഭവിക്കുമ്പോൾ, ഏതെങ്കിലും സിനിമ എടുത്ത് പരാജയം സംഭവിക്കുമ്പോൾ മനസ്സിൽ എന്തായാലും ദുഃഖങ്ങളുണ്ടാവും. പണം പോകുന്നതിനപ്പുറത്തേക്ക് എൻ്റെ സിനിമ പരാജയപ്പെട്ടെന്നുള്ള ദുഃഖമായിരിക്കും ഉണ്ടാകും. പണം പിന്നീടാണെങ്കിൽ നമുക്കുണ്ടാകും. ആ മേഖലയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമ പറയുകയാണെങ്കിൽ ഏത് സിനിമ പറയും? അല്ല, അങ്ങനെയല്ല. നമ്മൾ വിമാനം എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഫ്ലോപ്പായ ഒരു സിനിമയാണ്. പിന്നെ ചെറുകൊടിഞ്ഞിനാൾ എന്ന് പറയുന്ന സിനിമയും നമുക്കതൊരു ഫ്ലോപ്പ് സംഭവിച്ച ഒരു സിനിമയാണ്. അതായത് ഫ്ലോപ്പുകൾ സംഭവിക്കുന്നത് പ്രശ്നമില്ല. നമുക്ക് ഫ്ലോപ്പുകൾ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഡിസിഷനിൽ ഒരു പെൻഡിങ് വരും, ഒരു താമസം വരും. കാരണം ഒരു ഹിറ്റ് കിട്ടിയിട്ടിട്ട് ജയങ്ങളുള്ളപ്പോൾ നമ്മളൊരു കോള് വിളിക്കുമ്പോഴും നമ്മളൊരു കാര്യം സാധിച്ചെടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഫ്ലോപ്പിൽ സാധിച്ചെടുക്കുന്നതും ഹിറ്റിൽ സാധിച്ചെടുക്കുന്നതുമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഒരു നല്ല കുട്ടി സംസാരിക്കുന്നതും ഒരു തെറ്റ് ചെയ്ത കുട്ടി സംസാരിക്കുന്ന പോലെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ആ തെറ്റ് ചെയ്ത കുട്ടി നല്ലവനിലേക്കുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു മാറ്റം, ഒരു ദൂരം എന്ന് പറഞ്ഞ പോലെയുള്ളൊരു സംഭവം തന്നെയാണിത്. ഫ്ലോപ്പുകൾ സംഭവിക്കുമ്പോഴും നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടും, നമ്മൾ ഒന്നും കൂടെ ബോൾഡാവും, ചില ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഫേസ് ചെയ്ത് വരുന്നതാണ് ഇന്നത്തെ ഉള്ള ലിസ്റ്റിൻ അല്ലെങ്കിൽ XY ആളുകൾ എല്ലാം. ഈ വിമാനം സിനിമയിൽ എത്തുമ്പോഴായിരുന്നു പൃഥ്വിരാജിൻ്റെ അടുത്തേക്ക് എത്തുന്നത്? അതിനു മുമ്പ് പൃഥ്വിരാജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ? അല്ല, അതിനു മുമ്പ് പൃഥ്വിരാജിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പടത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്, നടക്കാതെ പോയിട്ടുണ്ട്. പിന്നീടും സിനിമാ മേഖലകളിൽ പറഞ്ഞാൽ ഇട്ടാവട്ടത്തിലുള്ള ഒരു സർക്കിളാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഇയാളെ കണ്ടെങ്കിൽ നാളെ തിരിച്ചു വരുമ്പോഴും ആ റൗണ്ടിൽ വരും വീണ്ടും അയാളെ തന്നെ കണ്ടുമുട്ടണം. കാരണം അതാണ് സിനിമ എന്ന് പറയുന്ന സംഭവം. വൃത്തിയായിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച സമയത്ത് അത് നടന്നിട്ടില്ല, പല കാരണങ്ങൾ കൊണ്ടിട്ട് ഇപ്പം നടന്നിട്ടില്ല. പിന്നീട് വിമാനം എന്ന് പറയുന്ന ഓൾറെഡി പൃഥ്വിരാജ് കമ്മിറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റിലേക്ക് ഞാൻ എത്തപ്പെടുകയായിരുന്നു. അതാണ് വിമാനമാണ്. പിന്നെ പൃഥ്വിരാജുമായിട്ടുള്ളൊരു യാത്രയായി, അല്ലേ? ഒരു കമ്പനിയായി, നിങ്ങൾ തമ്മിലൊരു കമ്പനിയായി. മാജിക് ഫ്രെയിമിന് അപ്പുറത്തേക്ക് നിങ്ങൾ രണ്ടും കൂടെ കൂടുന്ന, പൃഥ്വിരാജിൻ്റെ വൈഫും കൂടുന്ന, സുപ്രിയയും കൂടുന്ന ഒരു കമ്പനിയിലേക്ക് മാറി. അത്തരമൊരു ബിസിനസ് മേഖലയിലേക്ക് നിങ്ങൾ എത്താൻ പറ്റിയിട്ടുണ്ട്. അതൊരു ഭാഗ്യം തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെയാണ് പൃഥ്വിരാജും ലിസ്റ്റിനുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കൂടുതലാണ്. പൃഥ്വിരാജ് ഒന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് തക്ക് ഡയലോഗ് അടിക്കും. അത് ഏത് സ്റ്റേജിൽ കണ്ടാലും അതെ. പൃഥ്വിരാജിനെ ശരിക്കും എൻജോയ് ചെയ്യിപ്പിച്ച് ചിരിപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ലിസ്റ്റിൻ പങ്കെടുക്കുന്ന ഫംഗ്ഷനായിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. അതേക്കുറിച്ച് നിങ്ങൾ പിന്നീട് ആ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. അതായത് എന്താണെന്ന് വെച്ചാൽ പൃഥ്വി ഇപ്പം കുറേ നാളായിട്ട് എന്നെ അറിയാലോ, പൃഥ്വിരാജിന്. അപ്പോൾ
ഞാൻ എന്താണ്, എൻ്റെ സംസാര രീതി എന്താണ്, ഞാൻ എവിടം വരെ പോകും, എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ആളാണ്. പിന്നെ എൻ്റെ പെരുമാറ്റമാണെങ്കിലും മറ്റ് ഡീലിങ്ങുകളുടെ കാര്യത്തിലൊക്കെ ആയിക്കോട്ടെ എന്നെപ്പറ്റി ഒരു പരിധി വരെ ഒരു ധാരണ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം തിരിച്ചു തരുന്നത്, കാര്യം തിരിച്ചു പറയുന്നതൊക്കെ. അല്ലെങ്കിൽ പുള്ളി ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരാളാണ്, ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന ഒരു ഇത്രയും എന്താ ബന്ധം ഉണ്ടേ പോലും പുള്ളിയുടെ സ്പേസിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. ഒരു മനസ്സിലായി ഇപ്പൊ, അതായത് നമ്മളൊക്കെ കുറച്ചുകൂടി ഇച്ചിരി അറിഞ്ഞ് ഇടപെട്ട് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെയല്ല പുള്ളി. അദ്ദേഹത്തിന് വേറെ തരം പ്രത്യേകതകളുള്ള, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ സ്പേസ്, എനിക്കിതൊക്കെ മതി, ഞാൻ ഇങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്ന അല്ല ചിന്തിക്കുന്ന ഒരാളാണ് പൃഥ്വിരാജ്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഒരു വെള്ളം പോലെയാണ്, ഇങ്ങോട്ടും ഇങ്ങനെയാണ് ഇങ്ങനെ, അങ്ങനെയാണ് അങ്ങനെ, എല്ലാവരുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ നിൽക്കാറുണ്ട്. കാര്യം അതുണ്ടല്ലോ, ഇവർക്ക് അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം അത്രേ ഉള്ളൂ. ഈ പാലായില് ഉഴവൂരിൽ ജനിച്ചു വളർന്നു അല്ലേ, കർഷക കുടുംബമായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ. കർഷക കുടുംബത്തിൽ നിന്നാണ് താങ്കൾ സിനിമയിലേക്ക് വരുന്നത്. ഒരു അനുജനുണ്ട്, എനിക്ക് അനുജനെ ഇതിലും ലിസ്റ്റിന് മുമ്പ് അറിയാവുന്ന എനിക്ക് അനുജനാണ്. ഞങ്ങൾ ക്ലബ്ബിൽ ഫുട്ബോൾ കളിക്കാൻ വന്ന് ജസ്റ്റിനെ എനിക്കറിയാം, സന്തോഷ് ട്രോഫി പ്ലെയറും കൂടെ ആയിരുന്നു. ഈ പാലായിൽ നിന്ന് വരുമ്പോൾ കുടുംബ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ, സാമ്പത്തികമായിട്ട് എങ്ങനെയായിരുന്നു? അല്ല, നമ്മൾ വളരെ സാധാരണ ആയിട്ടുള്ളൊരു ഫാമിലി, അതിൽ നിന്ന് വളർന്ന് ഇപ്പം ആഗ്രഹത്തിനൊപ്പമാണ് പോയത്. അല്ലാതെ നമ്മൾ സാമ്പത്തികം നമുക്ക് ഇത്രയുണ്ട് അതുകൊണ്ടിട്ട് ഇന്ന ഇതിലേക്ക് പോകാം എന്നുള്ളൊരു സംഭവമല്ല. നമ്മൾ ആഗ്രഹത്തിനൊപ്പം ട്രാവൽ ചെയ്ത ആൾക്കാരാണ്. ഒരു പരിധി വരെയുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണല്ലോ, സാമ്പത്തികം വെച്ചിട്ടല്ലോ അവരുടെ. ഇപ്പം ഈ ഫീൽഡിൽ തന്നെ എടുത്താലും, പൊളിറ്റീഷ്യൻ എടുത്തു കഴിഞ്ഞാലും, അല്ല സ്പോർട്സിലായിക്കോട്ടെ, നമ്മളെല്ലാം അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ആവുക എന്നുള്ളത് ആണ്. മനസ്സിലായി, നമ്മളാണ് ഒരു ഉദാഹരണം ആവേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാണ്ടിട്ട് ഇപ്പം നമ്മളെല്ലാം ഒരു ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ ആൾക്കാർ ജന്മിമാർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവരുടെ അണ്ടറിലാണല്ലോ നിന്നുകൊണ്ടിട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് വിദേശത്തേക്കൊക്കെ മക്കളൊക്കെ പോയി പഠിക്കാനായിട്ട് കഴിഞ്ഞപ്പം മുതലാണ് ഓരോ ഫാമിലിയിൽ വളർച്ച ഉണ്ടായത്, സാമ്പത്തിക വളർച്ച ഉണ്ടായത്. അത് കഴിഞ്ഞപ്പം മുതലാണ് അവരവരുടെ ഇൻഡിവിജ്വൽ ഇൻകം ഉണ്ടായി കഴിഞ്ഞിട്ട് പണക്കാർ, അവറേജ് ഉള്ളവർ, പാവപ്പെട്ടവരെന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിലൊന്നും വലിയ കാര്യമില്ല. അല്ല, പെട്ടെന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ഒരു സാമ്പത്തികം വേണമല്ലോ നമുക്ക്. ഒരു സിനിമ ഡിസ്ട്രിബ്യൂഷൻ അന്നെടുക്കുമ്പം അന്നത്തെ പൈസ ഇന്നത്തെ പൈസയും രണ്ടും ഒരേപോലെ നമുക്ക് കൂട്ടേണ്ടി വരും. അന്ന് വലിയ പൈസയാണ്, ഇന്നും വലിയ പൈസയാണ്. അങ്ങനെ ഒരു പണം കണ്ടെത്തിയത് എങ്ങനെയായിരിക്കും? അന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പണം കണ്ടെത്തുന്നത് എങ്ങനെയായിരിക്കും? ഇല്ല, അങ്ങനെയല്ല. അന്ന് നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റിന്റെ ഓരോ ഈവൻ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സംഘാടകനൂടെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് നമ്മൾ പൈസ ഈവൻ ചോദിച്ച്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്ത്, ബിസിനസ് ചെയ്ത്, അങ്ങനെയാണല്ലോ, ഘട്ടം ഘട്ടമായിട്ട് ആണല്ലോ. നമ്മളിപ്പോൾ ഇന്ന പോലെ ഇപ്പോൾ ഒരു അക്കൗണ്ട്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് ഇവിടുന്ന് അങ്ങോട്ട് പോയി, പിന്നെ അത് അവിടുന്ന് അങ്ങോട്ട് പോയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതങ്ങനെയല്ലല്ലോ, നമ്മൾ വളർച്ചയുടെ കാലഘട്ടത്തിൽ പല ബുക്ക് പോലെ ഈവനിരിക്കും, കുഴഞ്ഞു മറിഞ്ഞിരിക്കും. മനസ്സിലായോ? നമ്മൾ ജീവിതത്തിൽ ഒരു ഓർഡറായി കഴിയുമ്പോഴാണ് ഇതിനെല്ലാം ഒരു വ്യക്തത ഈവനുണ്ടാവുക. ഓക്കെ, ഇത് ഇങ്ങനെയായിരിക്കണം, അതങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ലൈൻ വരിക എല്ലാത്തിനും. അന്ന് പൈസ ചോദിച്ചപ്പോൾ ആദ്യം തന്ന് സഹായിച്ച വ്യക്തി ആരായിരുന്നു? അല്ല, അങ്ങനെയല്ല, കുറെ പേരുണ്ട്. ഇന്ന വ്യക്തികൾ നമുക്ക് പേരെടുത്ത് പറയാം. എന്നും എൻ്റെ കൂടെ നിന്ന് തണലായി നിന്ന ഒരാളെന്ന് പറയുമ്പോൾ ആരുടെ പേര് പറയാൻ പറ്റും? അല്ല, അങ്ങനെയല്ലോ, നമ്മുടെ തന്നെ നാട്ടിലുള്ള ഒത്തിരി PN പേരുണ്ട്. നമ്മുടെ ഒരു ശ്രീയേട്ടനുണ്ട്, നമ്മുടെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരു മാത്യു ചേട്ടനുണ്ട്, ഒരു സ്റ്റീഫൻ ചേട്ടനുണ്ട്. നമ്മൾ അങ്ങനെയാണ് ഒരുപാട്. ഏജ് ബേസ് ഒത്തിരി ചെറുതല്ലേ ലിസ്റ്റിൻ? അതെ, ഞാൻ ഏജ് ചെറുതാണ്, പക്ഷെ അവരെ ഏജ് ഉള്ളവർ. അതാണ് ചോദിച്ചത്, ഒത്തിരി ഇളയതാണല്ലോ. ആ ഒരു സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അല്ല, ഈ സൗഹൃദം എന്ന് പറയുന്നത് നമ്മളെല്ലാം എപ്പോഴും കാണുക, എപ്പോഴും സംസാരിക്കുന്ന അല്ലല്ലോ. നമ്മുടെ മനസ്സിൽ ഒരു സ്നേഹബന്ധം സൂക്ഷിക്കുന്നിടത്താണല്ലോ ഈ സൗഹൃദം എന്ന് പറയുന്നത്. ലിസ്റ്റിന്റെ വളർച്ചയിൽ അസൂയ ഉള്ളവരുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അസൂയ ഇല്ലെങ്കിൽ ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് അസൂയ, ഇപ്പം നമുക്ക് എല്ലാവരോടും സ്നേഹം തരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്നോട് ഞാൻ അലിക്ക് ഒരു വിരോധം ചെയ്തിട്ടില്ലേ പോലും, അല്ലെങ്കിൽ അലിക്കെതിരായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ പോലും, അലിക്ക് എന്നോട് അസൂയ തോന്നാം, അല്ല എന്നോട് ഇഷ്ടക്കുറവ് തോന്നാം. അപ്പോൾ അലി വിചാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാനോ എനിക്ക് പ്രവർത്തിക്കാനോ ഈവൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അലിക്ക് എന്നോട് അസൂയ തോന്നും.
അപ്പം നമ്മൾ ഇയാളൊക്കെ നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കണം, മിണ്ടണം, എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഇല്ല, ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് സാധ്യമേ ഇവനല്ല. അപ്പം എന്താണ്, നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും ഇവനൊക്കെ ഒരു അസൂയ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ആ അസൂയയുടെ മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. മനസ്സിലായി? നമ്മളൊരു ഇഷ്ടം ചോദിച്ചിട്ട് ഇപ്പം ഇത് നടക്കുന്നില്ലെങ്കിൽ അസൂയയുടെ അങ്ങേയറ്റത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കോളേജ് ജീവിതമൊക്കെ എവിടെയായിരുന്നു? അത് കോളേജ് ഞാൻ +2 ആയിരുന്നു. +2 കഴിഞ്ഞപ്പോൾ പിന്നെ ഉഴൂർ കോളേജിലായിരുന്നു. ഉഴൂർ ഏത് കോളേജ്? സെന്റ് സ്റ്റീഫൻ കോളേജിൽ. അവിടെ 1 വർഷമേ ഉള്ളൂ നമ്മൾ. അതെ. ഇറക്കി വിട്ടോ അതോ നമ്മൾ? അല്ലല്ല, അപ്പത്തേനും പഠിത്തം പരിപാടികൾക്കൊക്കെ ഒരു തീരുമാനമായി. അല്ലല്ല, ഞാൻ പറഞ്ഞ അത് കംപ്ലീറ്റ് ഈവൻ ചെയ്തില്ല. അതിന് നമുക്ക് ബിസിനസ് ആണ് അല്ലെ, ബിസിനസ് പരമായ ലക്ഷ്യങ്ങളാണ്. പ്രണയമുണ്ടായിരുന്നു? പ്രണയം ഉണ്ടായിരുന്നോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് സ്വാഭാവികമായിട്ടും മനുഷ്യരാണല്ലോ, എല്ലാരും മാന്യന്മാരാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളും ആ മാന്യത കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടിട്ട്. പക്ഷെ പ്രണയം എല്ലാവർക്കും വരുന്നതാണല്ലോ. ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച ആരായിരുന്നു? അതൊക്കെ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ വേറെ ചിലവർക്ക് കൗണ്ടറൊക്കെ അടിക്കാനായിട്ടുള്ള എന്തെങ്കിലും ആയി മാറും അത്. അപ്പൊ അതുകൊണ്ടിട്ട് അതിന്റെ ആവശ്യം. അങ്ങനെ ഒരു ആത്മാർത്ഥ പ്രണയം ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, നമുക്കിപ്പോ ഈവൻ തോന്നാലോ, നമുക്കിപ്പോ പ്രണയം നമുക്ക് തോന്നുന്നതിന് എന്താണ് കുഴപ്പമിരിക്കുന്നത്? അല്ല, പ്രണയിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ആ പ്രണയിച്ച പെൺകുട്ടിയെ പിന്നീട് കണ്ടിട്ടുണ്ടോ കല്യാണത്തിന് ശേഷം? കല്യാണത്തിന് ശേഷം ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അല്ല, ലിസ്റ്റിന്റെ കല്യാണത്തിന് ശേഷം കണ്ടിട്ടില്ല. ഇതിപ്പോ ഞാൻ വേറെ ഏതോ സംസാരിച്ചു പോവാണോ എന്നൊരു സംഭവം. അല്ല, നമ്മള് ആകാംക്ഷയാണല്ലോ. ലിസ്റ്റിനെ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ആ പഠിക്കുന്ന കാലത്തും ഇതേപോലെ തന്നെയായിരുന്നു. അതൊക്കെ വളരെ വളരെ ഈവൻ ചെറുപ്പത്തിലുള്ള സംഭവമാണ്. വിവാഹം വീട്ടുകാരാലോചിച്ച് നടന്ന വിവാഹമല്ലേ? വീട്ടുകാരാലോചിച്ച് നടന്നൊരു അറേഞ്ച്മെന്റ് അല്ലേ? വൈഫിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? വൈഫ് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്, എനിക്ക് വീട്ടിലൊരു കാര്യങ്ങളും ഈവനെ അറിയണ്ട എന്നുള്ളതാണ് വൈഫിൻ്റെ സപ്പോർട്ട്. എൻ്റെ കുട്ടികളെ, ഞങ്ങൾക്ക് 2 പിള്ളേരാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വൈഫാണ്. എനിക്ക് പൈസ കൃത്യസമയത്ത് എത്തിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കി വൈഫ് പിള്ളേരെ നോക്കും, സ്കൂളിൽ വിട്ടോളും, അവരെ ടേക്ക് കെയർ ചെയ്തോളും. എവറിത്തിങ് വൈഫാണ് നോക്കുന്നത്. ഈ സിനിമാ മേഖലയിലേക്ക് വരുന്ന സാധാരണ ഒരു പുരുഷന്മാരെ പല രീതിക്ക് കാണുന്ന ആളുകളുണ്ട് അല്ലേ? പല കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്. അത് ഈ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ വൈഫിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെ? സിനിമയിലേക്ക് ഇപ്പം പല സ്ഥലത്തും പോകുന്നുണ്ട് അല്ലേ? ലിസ്റ്റും പല സ്ഥലത്തേക്കും പോകണം, ലൊക്കേഷൻ ഉണ്ട്, പല യാത്രയുണ്ട്. വൈഫ് അതിൻ്റെ സപ്പോർട്ട് എങ്ങനെ? വൈഫ് എല്ലാ ദിവസവും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുമോ, ഞാൻ ഇന്ന സ്ഥലത്താണ് എന്ന് ലിസ്റ്റ്? അങ്ങനെയല്ല, ഞാൻ എൻ്റെ സിനിമാ കാര്യങ്ങൾ വൈഫായിട്ട് അധികം ഡിസ്കസ് ചെയ്യാറില്ല. കാര്യം എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇങ്ങനെ നമ്മളൊക്കെ പറയത്തില്ല നാട്ടിൽ കിള്ളി ചോദിക്കാന്ന് എന്ന് പറഞ്ഞാൽ കിള്ളി ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ കിള്ളി ഒരു ഉത്തരവും പറയാറുമില്ല. അതുകൊണ്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ടെൻഷൻ പിടിച്ച ഒരു ജോലിയാണ് സിനിമ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ്റെ ഒരു കാര്യം. ഇത് അതായത് സാമ്പത്തിക ഇടപാടുകൾ ഉള്ള ഒരു മേഖലയാണല്ലോ സിനിമ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് റിസ്ക് ആണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയുന്നത് അല്ല നാളെ സംഭവിക്കുന്നത്. എന്നാൽ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ ഇതേ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. സോ ഇതിനൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടിട്ട് നമ്മളെ, അതായത് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഒരു ലക്കാണ് സിനിമ. അപ്പോൾ അതുകൊണ്ടിട്ട് അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഭാര്യയോട് ഇതൊന്നും നമുക്ക് ഷെയർ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അതെന്തായി, ഇതെന്തായി, അതങ്ങനെയായിരുന്നല്ലോ പറഞ്ഞു, ഇതൊന്നും വന്നില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കപ്പം ഒരു ഹെഡേക്ക് മാതിരിയോ, നമുക്ക് വെളിയിൽ തന്നെ ഇഷ്ടംപോലെ ഹെഡേക്ക് ഉണ്ട്, പിന്നെ വീട്ടിലും ഇതേ കാര്യം തന്നെ സംസാരിക്കുമ്പോൾ അതൊരു ആവശ്യമില്ലാത്ത കാര്യം. സിനിമയുടെ സംസാരം ഇല്ല വീട്ടിൽ വൈഫായിട്ട്? അല്ല, വളരെ കുറച്ച്, വളരെ ലിസ്റ്റിന് ഒരു സിനിമ, ഒരു കഥ കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, വൈഫിൻ്റെ അടുത്ത് ഇന്ന ഒരു സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, സബ്ജക്റ്റ് ചെയ്യാൻ പോവാണ്, ഇന്നാൾ വെച്ച് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാറില്ല? അല്ല, ഞാൻ പടത്തിന്റെ കാര്യം സംസാരിക്കുന്ന സ്ക്രിപ്റ്റുകൾ, എൻ്റെ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റുകൾ ഞാൻ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിള്ളേർ സ്കൂളിൽ പോയി കഴിയുന്ന സമയത്തൊക്കെ ആൾ ഫ്രീ ആണല്ലോ, പിന്നെ ആൾക്ക് വായിക്കാനായിട്ട് താല്പര്യമുള്ള ഒരാളാണ്, വായിച്ചോളും. അപ്പൊ അതുകൊണ്ടിട്ട് ആ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ട് അവളുടെ അഭിപ്രായം എടുക്കുന്നുണ്ടാവോ എടുക്കുന്നില്ലാവോ അത് സെക്കൻഡറി തിങ്. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെക്കാറുണ്ട്. ചുമ്മാ വായിച്ചിട്ടൊന്ന് അഭിപ്രായം പറയാനായിട്ട് ഈവൻ പറയും. അങ്ങനെ അഭിപ്രായം പറഞ്ഞ ഒരു സിനിമ എല്ലാത്തിനും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് അഭിപ്രായം പറഞ്ഞ സിനിമ വിജയമാണ് കണ്ടത്, പരാജയമാണ് കണ്ടത്?
അല്ല, ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്നാ പല സ്ക്രിപ്റ്റുകൾ എന്നാ IPVN വായിച്ചിട്ടുണ്ട്, അതിൻ്റെ അഭിപ്രായം. അപ്പോൾ അത് വലിയ വിജയമാണോ, വിജയിച്ച സിനിമയുണ്ട്, അല്ലെങ്കിൽ പരാജയപ്പെട്ട IPVN സിനിമയുണ്ട്, ആളുടെ കമന്റ് പാസ്സാക്കും, അത്രേ ഉള്ളൂ. ലൊക്കേഷനിൽ വരണം അങ്ങനെയൊന്നും വാശിയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അതായത് ഞാൻ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് വരുന്നതിന് ഒരു പ്രശ്നവും. പക്ഷെ ഞാൻ കൊണ്ടുപോകാറില്ല എന്നാണ്. പക്ഷെ ഞാനും പറയില്ലേ അങ്ങനത്തെ ഒരു വലിയൊരു ആഗ്രഹം പ്രകടിപ്പിക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയാൽ ആളൊക്കെയാണ്. പക്ഷെ ഞാനേ പോകാറ് കുറവാണ്. വരാറൊന്നുമില്ല. നമ്മൾ എത്ര ലൊക്കേഷൻ ലിസ്റ്റും വരവ് ആ പൂജയ്ക്ക് ഉണ്ടെങ്കിൽ ഉണ്ട്. പിന്നെ കൊച്ചി തന്നെയാണ് 1-2 പ്രാവശ്യം വന്നു പോകുന്നത്. എല്ലാ ലൊക്കേഷനിലും വന്ന് നിൽക്കാൻ താല്പര്യപ്പെടില്ല. വൈഫ് എന്തെങ്കിലും ആവശ്യപ്പെടണം, എനിക്ക് ഇന്ന ആളെ ഒന്ന് കാണണമെന്ന്, ഒരു താരത്തെ ഇന്ന ആളെ കാണണമെന്ന് വൈഫ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും? അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ വല്ല ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ വേണേ ഞാനും വരാൻ കേട്ടോ എന്ന് ഈവൻ പറയാറുണ്ട്. വേണ്ട, നീ വരണ്ട, നിനക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ? കാര്യം എന്താന്ന് പറയാം, നമ്മൾ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കും. നമ്മൾ പരിചയമുള്ള ആളുടെ പോയി നിരിക്കും, വർത്താനം പറഞ്ഞു നിരിക്കും. അപ്പം നമ്മുടെ ഒരു ശ്രദ്ധ അങ്ങോട്ട് മാറൂല. അപ്പം പിന്നെ വൈഫ് വന്നിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ വൈഫിൻ്റെ കൂടെ ഈവൻ ഇരിക്കണം. പിന്നെ ആ സമയത്ത് പോകേണ്ട വരും തിരിച്ച്. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെ മാത്രമേ ഉള്ളൂ. അതിലൊന്നും സങ്കടമില്ല വൈഫിന്? ഇല്ല, ഹാപ്പിയാണ് വൈഫ്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും വൈഫിനെ എനിക്ക് പരിചയമുള്ള ഹാപ്പിയാണ്. എപ്പോഴും നല്ല ചിരിച്ച മുഖം, ലിസ്റ്റിനെ പോലെ തന്നെ ചിരിച്ച മുഖമുള്ളത് തന്നെയാണ് വൈഫ് എന്ന കാര്യത്തിൽ സംശയം. ഞാൻ ചോദിച്ചു വന്നത്, പല ആളുകൾക്കും ചിലപ്പോൾ വൈഫിനൊന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇന്ന ആളെ കാണണമെന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വൈഫാണെങ്കിൽ അങ്ങനെ ആഗ്രഹം പറയുന്ന വൈഫാണല്ലോ എൻ്റെ എല്ലാവരും. അതെ. അപ്പോൾ ലിസ്റ്റിൻ പറയുന്ന പോലെ ലിസ്റ്റിനോടൊപ്പം ഒതുങ്ങി ജീവിക്കുന്ന, കൃത്യമായ വീട്ടുകാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു വൈഫാണ് ലിസ്റ്റിൻ്റെ ഒരു കുടുംബം എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്നാൽ അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയുകയും ചെയ്യുന്നുണ്ട് വൈഫ്, അല്ലേ? തീർച്ചയായിട്ടും. അല്ല, ആൾ ഇൻഡിവിജ്വൽ ആണല്ലോ. ഇപ്പോൾ ആള് പഠിക്കുന്ന ഒരാളാണ്. ഇപ്പം ACCA പഠിച്ചുകൊണ്ടിട്ട് PN ഇരിപ്പുണ്ട്, 8-9 പേപ്പർ പാസ്സായിട്ടുണ്ട്. ഇതിനു മുമ്പ് ലണ്ടനിൽ ബാർക്ലീസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിട്ടിരുന്നത്. അപ്പം ആൾക്ക് ഇപ്പം ലോകപരിചയമാണ്. അല്ല, അത് വലിയ കാര്യമാണ്. ലോകപരിചയം വലിയ കാര്യമാണ്, തീർച്ചയായിട്ടും. അല്ലല്ല, അതുകൊണ്ടിട്ട് തന്നെ ആൾക്ക് ഇപ്പം നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നോ അങ്ങനത്തെ ഒന്നും PN ഇല്ല. അപ്പം നമ്മുടെ വൈഫ് ആയതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ കൂടെ PN നിൽക്കുന്നു, അല്ലെ? എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വേറൊരാളെ കല്യാണം കഴിക്കണം, അല്ലെ? അപ്പം നമ്മുടെ സാഹചര്യത്തിന് അനുസരിച്ചാണ് എല്ലാവരും നിൽക്കേണ്ടത്. അതങ്ങനെയാണല്ലോ. ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തന്നപ്പോൾ, സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇടയ്ക്ക് ലിസ്റ്റിനെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉണ്ടായി, അല്ലേ? ലിസ്റ്റിനെതിരെയൊക്കെ വലിയ ആരോപണം. ലിസ്റ്റിനെതിരെ നമ്മൾ നിർമ്മാതാക്കളുടെ കുറേ നിർമ്മാതാക്കളുടെ പേരിൽ ആരോപണം ഉണ്ടായി. പൈസ വെട്ടിക്കുന്നു, ഇൻകം ടാക്സ് വരുന്നു, ED ചോദ്യം ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് ലിസ്റ്റിനെ? അല്ല, അങ്ങനെയല്ല. ഇൻകം ടാക്സ് റെയ്ഡ് എനിക്ക് ഫസ്റ്റിൽ ആണ് ഇപ്പം വരുന്നത്. ഇതിന് മുമ്പ് TDCൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, GSTയുടെ റെയ്ഡ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈവൻ സംഭവിച്ചിട്ടുള്ളതാണ്. EDയുടെ നോട്ടീസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ സത്യത്തിൽ നമ്മളും ഇതറിയുന്നത് ഇങ്ങനെയാണ്. നമ്മളില്ലെങ്കിൽ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിതെന്താണ്, കള്ളനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ കള്ളപ്പണം എന്ന് പറയുന്നത് കള്ളനോട്ടാണെന്നാണ് ഓർത്തുകൊണ്ടിട്ടിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് അതല്ലല്ലോ, കണക്കിൽ പെടാത്ത പണം, അതായത് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കാത്ത പണം. ഇപ്പോൾ നമ്മളിപ്പോൾ പൈനാപ്പിൾ കൃഷി നടത്തുന്നവരുടെ ക്യാഷ് ആയിരിക്കും, റബ്ബർ വെട്ടിയിരിക്കുന്നവരുടെ ക്യാഷ് ആയിട്ടായിരിക്കും. ഇതൊന്നും അക്കൗണ്ടിൽ കാട്ടുന്നില്ല, ഇതെല്ലാം കള്ളപ്പണമാണ്. മനസ്സിലായോ? അപ്പോൾ കണക്കിൽ പെടാത്ത പണം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇൻകം ടാക്സ് ഈവൻ അടയ്ക്കുന്നുണ്ട്. നമ്മൾ ആ കാട്ടുന്ന കണക്കുകൾ ശരിയാണോ, അതിൽ പെടാത്ത വേറെ എന്തെങ്കിലും പൈസകളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു യൂഷ്വൽ സംഭവമാണ് ഇൻകം ടാക്സ് റെയ്ഡ് എന്ന് PN പറയുന്നത്. കാരണം ഇത് നമ്മളെ മാത്രമല്ല, സിനിമ ആയതുകൊണ്ടിട്ട് മാത്രം ഇത് വെളിയിലേക്ക് വരുന്നു, പബ്ലിസിറ്റി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ റെയ്ഡ് കഴിഞ്ഞിട്ട് ഒരു 50 റെയ്ഡ് അവർ നടത്തിയിട്ടുണ്ട്. പല പാറമടയായിക്കോട്ടെ, ബിൽഡേഴ്സ് ആയിക്കോട്ടെ, എന്തെല്ലാം റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും ആർക്കും അറിയത്തില്ല. കാരണം സിനിമ എന്ന് പറയുന്നത്, സിനിമ ഒരു പബ്ലിസിറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ സിനിമയുടെ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മുൻനിര സംവിധായകരുടെയൊക്കെ വീട്ടുകളിൽ റെയ്ഡ് വരുമ്പോൾ അതൊരു മാധ്യമത്തിൽ ഒരു വലിയ വാർത്തയായിട്ട് വരുന്നു. ആ വാർത്ത വരുമ്പോഴത്തേനും എല്ലാവരും ഒന്ന് അലേർട്ടാവും. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഈ അലേർട്ടൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിനൊരു പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടിട്ട് മറ്റുള്ളവരും ഇത് കെയർ ചെയ്ത് അടയ്ക്കും, ഇൻകം ടാക്സ് മാക്സിമം അടപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളത് മാത്രമാണ് അതുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഡിഗ്രി മാത്രം അത് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും വലിയ
കാര്യങ്ങളെല്ലാം ഈവൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിൽ ഒത്തിരി അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, നമ്മൾ കണക്ക് സബ്മിറ്റ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് ഞാനൊരു തോന്നിയാസ കണക്കുണ്ടാക്കിയിട്ട് അത് കാട്ടി അത് ശരിയാക്കി തരുന്ന അല്ല ചാർട്ടേഡ് അക്കൗണ്ടിന്. നമ്മൾ എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യുമ്പോൾ അത് ഡിസ്കസ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടല്ല നമ്മുടെ ഓഫീസിലുള്ളവരോട് പോലും ചോദിച്ചിട്ടാണ് ഓരോന്ന് എങ്ങനെ ചെയ്യാം. അതായത് നമുക്ക് ചുമ്മാ ഈവൻ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തുമില്ലല്ലോ. അപ്പം ഇതൊക്കെ വന്ന് ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നു എന്നുള്ള ഒരു സാധാരണ ഒരു പ്രോസസ്സ് മാത്രമാണ്. ചോദ്യം ചെയ്തിരുന്നല്ലോ, ചോദ്യം ചെയ്യാനുള്ള കാരണം എന്താണ്? അല്ല, അങ്ങനെയല്ല. വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവർസീസ് റൈറ്റ്സ് ഒക്കെ നമ്മൾ വിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നോട്ടീസായിട്ടാണ് ഈവൻ വന്നത്. അപ്പം ഫെമ എന്ന് പറയും, ഫെമ ആക്ട്. അപ്പം ഇതെല്ലാം ഈ നോട്ടീസ് വരുമ്പോഴാണല്ലോ നമുക്ക് പോലും ഈവൻ ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോറിനിൽ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ, ഫോറിൻ ട്രാൻസാക്ഷൻസ് അങ്ങനത്തെ ഉള്ള ചോദിച്ചിട്ടുള്ള ഫെമ എന്ന് പറയുന്ന ഒരു ആക്ട് വെച്ചിട്ടാണ് എനിക്ക് അതിൻ്റെ നോട്ടീസ് അയച്ച് നമ്മളത് പോയി കാട്ടി സബ്മിറ്റ് ചെയ്തു. അത് എത്ര വർഷം ചോദ്യം ചെയ്തു? അങ്ങനെയല്ല, നമ്മൾ ചോദ്യം ചെയ്യണം എന്ന് വെച്ചാൽ ചോദിച്ചറിയുന്നതിന് വേണ്ടി, ചോദ്യം ചെയ്യാനുള്ള വാക്ക് ഞാൻ മാറ്റും, കാര്യങ്ങൾ ചോദിച്ചറിയുന്ന വ്യക്തത വരുത്തുന്നതിന് വേണ്ടി എത്ര വർഷം ലിസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്? അല്ല, അതായത് നമ്മൾ 1-2 പ്രാവശ്യം അവിടെ ഡയറക്റ്റ് ഈവൻ കണ്ടിട്ടുണ്ട്, നമ്മളോട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പല പ്രാവശ്യം പോകുമ്പോൾ ഒരു ഏറ്റവും ചെറിയൊരു കേസായിരിക്കും നമ്മുടെക്കാളും 100 കണക്കിന് കേസുകളാണ് അവിടെ ഉള്ളത്, വലിയ വലിയ കാര്യങ്ങളും പരിപാടികളെല്ലാം ആയിട്ടുള്ള. അപ്പം ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇതിപ്പോൾ കുറേ ഇത് വരുമ്പോഴത്തേനും ഇതിന് കൂടുതൽ പ്രാധാന്യം കിട്ടും. ഇപ്പോൾ ഡിയിലാണെങ്കിലും എത്രയോ വലിയ വലിയ കേസുകൾ നടക്കുന്നു, അത് ന്യൂസായിട്ട് വരുന്നില്ലല്ലോ. ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതുകൊണ്ടിട്ടാണ്. ഞാൻ പോലും ഈ ഡി എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോഴും റീസെൻ്റ് ആയിട്ടാണ് അറിയുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് പോലും വന്നത് പിന്നെയാണ് നമ്മൾ പോലും ഒന്ന് ഇതിനെപ്പറ്റി മനസ്സിലാക്കി. ഈ പൃഥ്വിരാജിനെതിരെ ആരോപണം വരികയും പൃഥ്വിരാജ് പൈസ അടച്ചു എന്ന് പറഞ്ഞു മറുനാടൻ മലയാളി സാജൻ സ്കറിയ ഒരു വാർത്ത കൊടുക്കുകയും അതിനെതിരെ പൃഥ്വിരാജ് വലിയ രീതിയിലുള്ള ഫേസ്ബുക്കിൽ വരികയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നഷ്ടപരിഹാരം ഉൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്തു. പൃഥ്വിരാജിൻ്റെ വിഷയം ഉണ്ടായപ്പം ഒരു സിനിമയുടെ പൂജയുടെ സമയത്ത് കൃത്യമായിട്ട് ലിസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ഈ പൃഥ്വിരാജിനെ കൂടെ ഇതിനകത്തേക്ക് വലിച്ചഴക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു? പൃഥ്വിരാജ് എന്തിനാണ് വെറുതെ ഇങ്ങനെ വലിച്ചഴക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അത് ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടിട്ട് മാത്രമാണ്. അല്ലാണ്ടിട്ട് എന്താണ് കാര്യം ഇരിക്കുന്ന ആള് ഇപ്പോൾ എന്നെ കൃത്യമായിട്ട് ടാക്സ് അടച്ച് അല്ലെങ്കിൽ GST അടച്ച് പോകുന്ന ഒരാളാണ് കൃത്യമായിട്ട്. അത് എല്ലാവരും അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്ന ആളാണ്. നമ്മളിപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ അല്ലോ, ഇപ്പം നമ്മളെല്ലാം പുള്ളി സിനിമാ ഫീൽഡിലാണ് നിൽക്കുന്നത്. അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിൽക്കുമ്പം പ്രൊഡ്യൂസർ പുള്ളിക്ക് ടാക്സ് കൊടുക്കണം, GST കൊടുക്കണം. ഇത് അദ്ദേഹം അടയ്ക്കേണ്ടതും ഇത് ഫയൽ ചെയ്യേണ്ടതും മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ഇൻകം കിട്ടുന്നതിന് ഉള്ള അദ്ദേഹം അഡ്വാൻസ് ടാക്സ് അടച്ചു പോകുന്ന ആളുമാണ്. ആൾക്ക് എന്തിനാണ് പേടിക്കേണ്ടത്? അടയ്ക്കാതിരിക്കേണ്ട കാര്യം എന്താണ്? നത്തിങ്. ഇതെല്ലാം ഒരു വാർത്ത, ജസ്റ്റ് എ വാർത്ത. അവിടെ നിന്ന് തീരുവാണ്. പൃഥ്വിരാജ് ഇപ്പം സാജസ്കറിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റും ശരിക്കും അറിയാമല്ലോ. ആ കേസ് എവിടെ വരെ ആയിരുന്നു അല്ല, ഇത് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഞാൻ അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിലിംഗ് ഒന്നും ഈവൻ ചോദിക്കാറൊന്നും ഈവനില്ല. കാരണം അതൊക്കെ വളരെ കൃത്യമായിട്ട് പോകുന്നൊരു നമ്മുടെയൊക്കെ അക്കൗണ്ട്സിലൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പല ട്രാൻസാക്ഷൻസ് ഉള്ളൂ നടക്കുന്നത്. അല്ല, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നു, അത് ഇങ്ങോട്ട് വാങ്ങുന്നു, ഇങ്ങോട്ട് ട്രാൻസാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പല ട്രാൻസാക്ഷൻസ് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. കാരണം ഒന്നാമത് തന്നെ അങ്ങനത്തെ ഒരു ആവശ്യമില്ലല്ലോ, കിട്ടൽ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ എന്താണ്? വളരെ കൃത്യമായിട്ട് ഞാൻ അടച്ചില്ലെങ്കിലും, അതായത് എന്താണെന്ന് വെച്ചാൽ പുള്ളി കൃത്യമായിട്ട് അടച്ചിരിക്കും. ഞാനിപ്പോൾ പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പുള്ളി അടച്ചിരിക്കും. പുള്ളിയുടെ ഞാൻ അത് പിന്നീടാ കൊടുക്കുന്നെങ്കിൽ പോലും അതുകൂടെ കൂടി അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെയാണ് പൃഥ്വിരാജിനെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു, ഒരു കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോൾ തുടരുന്നു എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. ആ കാര്യത്തിലൊക്കെ ലിസ്റ്റിൻ്റെ അടുത്ത് നേരത്തെ അസൂയ എന്ന് പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റിന് ശത്രുക്കളില്ലേ? സിനിമാ മേഖലയിൽ നിന്ന് ശത്രുക്കളുണ്ടോ? അല്ല, നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു ഞാൻ നിന്റെ ശത്രുവാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേട്ടിട്ടുണ്ടല്ലോ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ലിസ്റ്റ് ഇതിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ടാണോ പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ എത്രയോ പേര് പറയുന്നു. ഇപ്പം നമ്മളത് ഈ ചെവി കൂടെ കേട്ട് ഇതിനെല്ലാം നമ്മൾ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു പരിപാടിയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മളോട് എന്തെല്ലാം ആൾക്കാർ, ഇപ്പം അലിയോട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ, ഇപ്പൊ എന്നെ പറ്റി തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അലിയോട് ചിലപ്പോൾ പറയുന്നുണ്ടാവും. അല്ലെ നമ്മൾ ഇത് കേട്ടിട്ടല്ലോ നമ്മുടെ ഒരു ബന്ധം ആണെങ്കിലും അല്ലെ, നമ്മളിപ്പോൾ അത് കേൾക്കുന്നു, ഈ ചെവി കൂടെ കേൾക്കുന്നു, ഈ ചെവി കൂടെ വിടുന്നു. അല്ലാണ്ട് അത് തലയിലിട്ട് അതിനെപ്പറ്റി ആലോചിച്ച്
വേല ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലികൾ, സിനിമകൾ, അതിൻ്റെ റിലീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് നമുക്ക് താല്പര്യമുള്ളൂ. അതോടൊപ്പം തന്നെയാണ് ഇപ്പം നടൻ വിനായകൻ അല്ലേ, നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി സാറിനെതിരെ വലിയ മോശമായ ഒരു പോസ്റ്റ് ഇട്ടു. നമ്മൾ നിർമ്മാതാക്കളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു, ഒത്തിരി ആളുകൾ സംസാരിച്ചു, ഒത്തിരി പേര് അതിനകത്ത് പ്രതികരണമായി വന്നത്. എന്തുകൊണ്ട് ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത്രയും സിനിമകൾ എടുക്കുന്നുണ്ട് അല്ലേ? അനിൽ തോമസ് കൃത്യമായിട്ട് എഴുതി, അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, ചേംബറിൻ്റെ വൈസ്മാണ്, പുള്ളി കൃത്യമായിട്ട് എഴുതുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന സിനിമയിൽ വിനായകൻ എന്നുള്ളൊരു പേര് പോലുള്ള ക്യാരക്ടർ ഉണ്ടാവില്ല എന്ന് എഴുതിയത് അനിൽ തോമസ്. നടി നിരഞ്ജന കുറിപ്പിലെഴുതി, ഞാൻ സമൂഹത്തോട് മാപ്പ് ചോദിക്കാം, എൻ്റെ കൂടെ അഭിനയിക്കുന്ന അതേ കലാകാരൻ ഉമ്മൻചാണ്ടി സാറിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു സമൂഹത്തോട്. ഇങ്ങനെയൊക്കെ ആർജവത്തോടു കൂടി വരുന്ന കുറേ പേരുണ്ട്. സജി നന്ദാട്ട് കൃത്യമായി മറുപടി പറയും. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. ഞാൻ പേരെടുത്ത മനോജ് നിർമ്മാതാവുമാണ്, കുറുക്കനിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ മനോജും പറയുന്നുണ്ട്, ഞാൻ ഇനി സിനിമ ഒരു 10 സിനിമകളോ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം, എങ്കിൽ ആ സിനിമയിൽ ഒരിക്കലും വിനായകൻ ഉണ്ടാവില്ല എന്ന് പറയും. ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത്രയും വ്യക്തിപരമായി ബന്ധങ്ങളുള്ള ആളാണ് നിർമ്മാതാക്കൾ. വിനായകൻ ഇത്രയും പറഞ്ഞിട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ പോലുള്ള അതോടൊപ്പം തന്നെ ഈ അസോസിയേഷനുള്ള തലപ്പത്തിരിക്കുന്നവരാരും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ പവറായി, എനിക്ക് പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. കാരണം അങ്ങനത്തെ ഒരു ശവസംസ്കാര ചടങ്ങെന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമായിരുന്നു. കാരണം ആ ആളെ ഒരു നോക്ക് കാണാനായിട്ട്, ഇപ്പം നമ്മളൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളെന്താ സ്കിപ്പ് ചെയ്തിട്ട് പിവിന് പോകുമല്ലോ, പറഞ്ഞു മനസ്സിലായി. അപ്പം അതായത് നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു ചാനലിൽ കൂടെ കണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിട്ട് പിവിനിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ശരിയാണ്, സിനിമാ ഫീൽഡിൽ നിന്ന് ഇങ്ങനെ ഒരാൾ വിനായകൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ പറഞ്ഞത് കുറച്ച് ഒരു കൂടിപ്പോയി, ഭയങ്കരമായിട്ട് കൂടിപ്പോയി എന്നാണ് ആ പറച്ചിൽ, തെറ്റായിപ്പോയെന്നുള്ള ഒരു വാദം തന്നെയാണ് എനിക്കുള്ളത്. കാരണം ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, എല്ലാവരും ഒരു മരിച്ചു കഴിഞ്ഞപ്പം ആ ഉമ്മൻചാണ്ടി സാറിനെ അത്രയും സപ്പോർട്ട്, സമൂഹത്തെ കാണുമ്പോൾ നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിനെ അത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിട്ടിരിക്കുമ്പോൾ പുള്ളി ചെയ്ത നല്ല കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രം ഈ പറഞ്ഞുകൊണ്ടിട്ടിരിക്കുമ്പോൾ വിനായകൻ അത് പറയേണ്ടിയിരുന്നില്ല. അത് പറഞ്ഞതൊരു കുറച്ച് തെറ്റായി പോയെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പം ഒരു സംഘടനയുടെ മൊത്തം അഭിപ്രായമോ അല്ലെങ്കിൽ വന്നിട്ട് ഒരു കൂട്ടത്തിൻ്റെ അഭിപ്രായം ഇതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അലി എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് എൻ്റെ സൈഡിൽ നിന്നുള്ള ഉത്തരം അത് ഒരു തികച്ചും തെറ്റായ ഒരു പരാമർശമാണ്. സിനിമയിൽ ഇനി വിനായകൻ ഉണ്ടാവും എന്റെ സിനിമയിലോ? അല്ല, അത് നമുക്കിപ്പോ ലിസ്റ്റിന് എടുക്കുന്ന ഒരു സബ്ജക്ട് വിനായകൻ ഇങ്ങനെയൊക്കെ മോശമായിട്ട് പറഞ്ഞ ആള് സിനിമയിലുണ്ടാവും, ലിസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലുണ്ടാവും വിനായകൻ? അല്ല, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എന്ന് പറയുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഈവൻ ചില സമയത്ത് വേറെ ആൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ നമ്മളിപ്പോൾ ഈവൻ എടുക്കുമായിരിക്കുമല്ലോ. ലിസ്റ്റിൻ പണം മുടക്കി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ വിനായകൻ എന്ന് ഈ ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ച ഒരു വ്യക്തി, നിലവിൽ വിനായകൻ എന്ന് പറയുന്ന വ്യക്തിയോട് അതായത് ഈ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ എനിക്ക് താല്പര്യം ഈവൻ കുറവുണ്ട്. എന്നെ അത് ഒത്തിരി ബുദ്ധിമുട്ടിച്ചിരുന്നു. കാര്യം നമ്മളെല്ലാം സിനിമാ ഫീൽഡിൽ നിൽക്കുന്നവരാണല്ലോ, അതുകൊണ്ടിട്ട് അത് വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നിയിരുന്നു. കാരണം ഈ സംഘടനകളാണേലും ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്തുള്ള അംഗങ്ങളൊക്കെ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിട്ടിരുന്നു അത് തെറ്റായി പോയി, അത് സംഘടന എന്തെങ്കിലും പറയണം എന്നുള്ള രീതിയിൽ എല്ലാവരോടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ഡിസ്കഷനിലുണ്ടായിരുന്നു. അതെ 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 അതെ. അപ്പം വ്യക്തിപരമായിട്ട് ലിസ്റ്റിൻ എടുക്കുന്ന സിനിമയിലും അദ്ദേഹത്തിന് അഭിനയിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല ഈ ഒരു വിഷയത്തോടു കൂടി. അല്ല, ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കി, ഇതൊരു ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മളെല്ലാം സിനിമയിലുള്ള ഒരാൾ അങ്ങനെ പറയേണ്ട. ഇപ്പം അതും അപ്പം പോലും അറിയാലോ, അതായത് സംസ്കാര ചടങ്ങ് പോലും കഴിഞ്ഞിട്ടില്ല, അത് അവിടുന്ന് ബോഡി വഹിച്ചുകൊണ്ട് വണ്ടി വന്നുകൊണ്ടിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. ചാനലുകൾ മുഴുവൻ ഇതാണ് ഉൾക്കൊള്ളുന്നുണ്ടല്ലേ? ഈ സംഘടനയിലും ഈ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് 100% ഈ വിഷയങ്ങൾ 100%. എല്ലാവരും അതൊരു ഭയങ്കര വേദനയോടെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നത്. ആൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കട്ടെ, അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കട്ടെ, പക്ഷെ ഇതൊരു അനാവശ്യമായിരുന്നു. ഇപ്പൊ ഒരാള് ഞാൻ നാളെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ സിനിമാ നിർമ്മാതാവ് എന്നും പറഞ്ഞിട്ടാണ് ഹെഡിങ് വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ നാളെ എന്തെങ്കിലും ഞാനൊരു വലിയ ഹോട്ടലിൽ പോയിട്ട് കള്ളു കുടിച്ചുകൊണ്ടിട്ടിരുന്നു, അവിടെ ഒരു വഴക്കുണ്ടായി, ഇതാണ് സംഭവം.
പക്ഷെ ഒരു വാർത്ത വരുമ്പോ സിനിമാ നിർമ്മാതാവ് മദ്യലഹരിയിൽ അതെ അവിടെ ഇന്ന ബാറിൽ പ്രശ്നമുണ്ടാക്കിയെന്നല്ലേ വരുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വരുള്ളൂ. അങ്ങനെ വരുമ്പം സിനിമയ്ക്കാണ് അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വിനായകൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു നെയിം, ഒരു സത്യനന്ദിക്കാട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്നത് വേറെ ഒത്തിരി സത്യനന്ദിക്കാടുമാരുണ്ടെങ്കിലും സിനിമയിലുള്ള സത്യനന്ദിക്കാട് അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് വിനായകൻ എന്ന് പറയുമ്പോൾ സിനിമയിലുള്ള വിനായകൻ എന്നല്ലേ നമ്മുടെ അത് സിനിമ കൊടുത്തതാണല്ലോ, സിനിമ പ്രേക്ഷകര് അല്ലെ സിനിമ കൊടുത്ത ഒരു വലിയ കാര്യമാണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് അതൊരു വളരെ ബുദ്ധിമുട്ടായി പോയെന്നുള്ള ഒരു ബുദ്ധിമുട്ട് സംഘടനയിലൊക്കെ ചർച്ച നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ സംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയിലും ഡിസ്ട്രിബ്യൂട്ടർ സംഘടനയിലും തിയേറ്ററുള്ള സംഘടനയിലൊക്കെ വിനായകന്റെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന സമയമാണ്. തീരുമാനത്തിലേക്ക് ഒന്നും എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. അതിന്റെ തീരുമാനത്തിൽ നിങ്ങളെല്ലാവരും കൂട്ടമായ തീരുമാനത്തിൽ ചേംബറിലെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ രീതിയിൽ വിമർശനമുണ്ടായി വിനായകന്റെ കാര്യത്തിൽ നിന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം കൂടിയ യോഗത്തിൽ ചേംബറിൽ വിനായകനെതിരെ അതിശക്തമായ നടപടി വേണമെന്നൊരു തീരുമാനം അവിടെ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല അങ്ങനെ അല്ല, എല്ലാവരും എതിരഭിപ്രായങ്ങൾ ഈവൻ പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷനിലുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. എല്ലാവരും ഒരു ഭയങ്കര ഒരു എതിർ അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, എല്ലാവരും എതിരഭിപ്രായമാണ് പറഞ്ഞു. ചേംബറിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, എല്ലാവരും ഫുൾ ഡെഡ് അഗനിസ്റ്റ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നിർമ്മാതാക്കളുടെ ട്രഷറായിട്ടുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഒത്തിരി ബാധ്യത ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ ഉൾപ്പെടെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ബാധ്യത ഉൾപ്പെടെ ഉണ്ട്, അത് മാറ്റണം. 2 വർഷത്തുള്ളിൽ മാറ്റാമെന്നാണ് ലിസ്റ്റിൻ ട്രഷറായി സ്ഥാനമേറ്റപ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ പറയുന്നത്. അതിൻ്റെ മാനദണ്ഡങ്ങളും വെച്ചിട്ടുണ്ട്. ഒരു സിനിമ എടുത്ത് നമുക്ക് പ്രശ്നങ്ങൾ തീർക്കാം. താരസംഘടന അമ്മ സിനിമ എടുത്തിട്ടുണ്ട്, അവർ ഷോ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നുണ്ട്. ഇവിടെ എല്ലാം വേണ്ടത് ഏറ്റവും വലിയ അടിസ്ഥാനമായി നിൽക്കുന്ന നെടുന്തൂണായി നിൽക്കുന്ന ഈ പറയുന്ന പ്രൊഡ്യൂസറാണ്. ഒരു താരത്തിന് വേണ്ടതും പ്രൊഡ്യൂസറാണ്, എല്ലാം പ്രൊഡ്യൂസർ. ഈ പ്രൊഡ്യൂസർമാർക്ക് ഇത്ര ബാധ്യത വന്നിട്ട് എന്തുകൊണ്ട് ഇത്ര നാളായിട്ട് ഒരു സിനിമ എടുക്കാനോ ഒരു ഷോ നടത്താനോ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ തയ്യാറാകായിരുന്നു? ഇപ്പോൾ അത്തരം ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള കാരണവും അല്ല, അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പിരുന്ന ഇപ്പൊ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിക്കോട്ടെ ഞങ്ങളുടെ ടീമെല്ലാം ഞങ്ങളെല്ലാം സിനിമ എടുക്കാന്ന് ഇത് ചെയ്യും. അപ്പൊ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കുന്ന സിനിമ നമുക്ക് ബിസിനസ്സോടെ ചെയ്യാൻ പറ്റുന്ന സിനിമയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കാര്യമുള്ളൂ. നമുക്കിപ്പോൾ അറിയാലോ, ഇപ്പോൾ ഒരാളുടെ ഒരു 4 ദിവസത്തെ ഡേറ്റ് അല്ലെ 5 ദിവസത്തെ വെച്ചിട്ട് നമുക്കത് ബിസിനസ് ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ വീണ്ടും അതും നഷ്ടത്തിൽ വരുമല്ലോ. അപ്പം നമുക്ക് അങ്ങനെ നിർമ്മിക്കാനായിട്ട് പറ്റുന്ന ഒരു സബ്ജക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യമായിട്ടുള്ള ഒരു കാര്യം. ഒരു പ്രോപ്പറായിട്ട് നിർമ്മിക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ഈവൻ കിട്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങളപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ തീരുമാനിച്ചു, ഞങ്ങൾ ഏതെങ്കിലും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, ഇപ്പോൾ ഞാനുണ്ട്, ആൻഡ്രോ ചേട്ടനുണ്ട്, അല്ലെങ്കിൽ രാകേഷ് ചേട്ടനുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഇതിൽ നിൽക്കുന്നവർ. പിന്നെ ഇപ്പൊ തന്നെ ആഷിഖ് ഉസ്മാനുണ്ട്, ആന്റണി ചേട്ടനുണ്ട്, അല്ലെങ്കിൽ വൈശാഖുണ്ട്. ഇപ്പൊ ഇങ്ങനെ കുറെ യൂത്ത് ആയിട്ടുള്ളവരും പുതിയ ആയിട്ട് കറന്റ്ലി സിനിമ എടുക്കുന്നവരും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം ആയിട്ട് ചിന്തിച്ചിട്ട് നമുക്കൊരു 10% വെച്ചിട്ടുള്ളതോ അങ്ങനെ പലതരം ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ആൻഡ്രോ ചേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ആഷിഖ് ഉസ്മാൻ അല്ലെങ്കിൽ വൈശാഖ് രാകേഷ് ചേട്ടൻ ഇപ്പം ഇവരെല്ലാം ഉള്ള സ്ഥിതിക്ക് കറനിലുള്ള ആയതുകൊണ്ടിട്ടും എല്ലാവരുമായിട്ട് നല്ല ടച്ചിലുള്ളത് കൊണ്ടിട്ടും ഞങ്ങൾക്ക് ഈസി ആയിട്ട് സിനിമകൾ എടുക്കാനായിട്ട് ഈവൻ പറ്റും. സോ ഞങ്ങൾ ഇപ്രാവശ്യം പ്രൊഡ്യൂസർ അസോസിയേഷനുള്ള കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് വീടുകയും ചെയ്യും, അതിന് നല്ലൊരു ഡിപ്പോസിറ്റും കൊണ്ടുവരും. അത് നിങ്ങളായിരിക്കും, ഇപ്പം എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഉൾപ്പെടെ നിങ്ങൾ ആ പാനലിലുള്ളവരായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പുറത്തുനിന്ന് പ്രൊഡ്യൂസർ അല്ല. അതിന്റെ ഒന്നും കാര്യങ്ങൾ എനിക്ക് പോലും അറിയത്തില്ല, നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം ഇങ്ങനെ ഇപ്പം എൻ്റെ ഒരു നല്ല സബ്ജക്റ്റ് കിട്ടുന്നു, ഓക്കെ, എനിക്ക് പറയാം, ഞാൻ എങ്ങനെ വേണേലും ഐഡിയ വെക്കാലോ. എനിക്ക് ഈ പടത്തിന്റെ അസോസിയേഷനുമായിട്ട് ഒന്ന് ചേർന്ന് അല്ലെ ഞാൻ ഇതിന്റെ 25% പ്രോഫിറ്റിന്റെ ഒരു 25% സംഘടനയ്ക്ക് കൊടുക്കുമെന്ന് എനിക്ക് പറയാം. ആൻഡ്രോ ചേട്ടൻ എടുക്കുന്ന സിനിമയ്ക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് കിട്ടിയ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ നിർമ്മിക്കുന്ന സിനിമയാണ്, ഇതിന്റെ 50% ഞങ്ങൾ സംഘടനയ്ക്ക് കൊടുക്കുക എന്ന് പറയാം. കാരണം അങ്ങനെ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്രാവശ്യത്തെ ഭരണസമിതിയിൽ ഉള്ളത്. അതുകൊണ്ടിട്ട് തന്നെ എല്ലാവരും ഇപ്പം ഉള്ള വൈശാഖിനാണെങ്കിലും വിശാഖിനാണെങ്കിലും ആൻഡ്രോ ചേട്ടനാണെങ്കിലും എനിക്കും ആഷിക്കും എല്ലാവർക്കും എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അതെ. ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫന് വേണ്ടിയിട്ട് ഒരു പടം ചെയ്യുക എന്ന് വന്ന് പറയുമ്പോൾ 1 കോടി രൂപ വാങ്ങുന്ന ആർട്ടിസ്റ്റ് അസോസിയേഷനൂടെ വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് 20% 25% കുറച്ച് തരും. അങ്ങനത്തെ 10 ബെനിഫിറ്റുകൾ മാത്രം കിട്ടിയാൽ തന്നെ അതെ ഞാൻ പറഞ്ഞ ആ ബെനിഫിറ്റിലേക്ക് പിൻ വരും. അപ്പൊ അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു ഐഡിയ വർക്കൗട്ട് ആവും. ഇപ്രാവശ്യം ഞങ്ങൾ സിനിമകൾ ചെയ്യും.
അതാണല്ലോ നമ്മുടെയൊക്കെ സ്വപ്നം അല്ലേ. അതെ അതെ. അപ്പൊ ഇപ്പൊ നമുക്കൊക്കെ വോട്ട് ചെയ്തവരാണെങ്കിലും അല്ലെങ്കിൽ വോട്ട് ചെയ്യാതെ നമ്മളെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചവരാണെങ്കിലും ശരി, ഒരു പ്രതീക്ഷ കാണുമല്ലോ. ഇവരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇവർക്കൊക്കെ ഇതുള്ളതല്ലേ, അപ്പോൾ ഇവർക്കത് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അത് ഇത്തവണ നമ്മളൊന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ വേണമെന്നാണ് എന്റെയും വ്യക്തിപരമായ ഒരു. രഞ്ജിത്തേട്ടനൊക്കെ അത്രയ്ക്ക് ഇടപെട്ടിട്ടാണ്, നോക്കി നടന്നുകൊണ്ടിട്ടാണ് അസോസിയേഷന്റെ ഇത്രയും വലിയൊരു കെട്ടിടം, ഇത്രയും ഒരു സ്ഥലം അല്ലല്ല. ഇന്ന് ഇന്ത്യയിലില്ല ഇങ്ങനത്തെ ഒരു സംഘടന. VPS ചാർജ് കുറയാനായിട്ട് റീസണേ തന്നെ അല്ല, കുറയ്ക്കാൻ വേണ്ടിട്ട് അവർ തിങ്ക് ചെയ്യുന്നുള്ള റീസണേ കഴിഞ്ഞ ഭരണസമിതി നമ്മൾ എടുത്തു പറയാൻ രഞ്ജിത്തേട്ടന്റെ ഒരു മെയിൻ എഫേർട്ട്. കാരണം പുള്ളി ചിലപ്പോ ഒക്കെ ഞങ്ങൾ അവിടെ കളിയാക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കസേര പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നാൽ പോലും ഇതിങ്ങനെയാണ്, നേരെയാണ് കസേര കടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചെറിയ കാര്യങ്ങളിൽ വരെ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ വരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി പരിപാലിക്കുന്ന ഒരാളാണ് രഞ്ജിത്തേട്ടൻ. ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ഇന്നും ഇത്ര വർഷങ്ങളായി കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട്, ഇന്നും ഒരു പുതിയ റീസെന്റ് ഉദ്ഘാടനം ചെയ്തൊരു കെട്ടിടം പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അത്രയും അങ്ങനെ കൊണ്ടു നടന്നൊരു കെട്ടിടത്തെ നമ്മളും ബാക്കി അത് പരിപാലിക്കേണ്ടതായിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഭരണസമിതിക്ക് കഴിയുന്നവരും തന്നെയാണ്. അതിൽ വേറൊരു വിമർശനം ഇപ്പം ഉണ്ടായിരിക്കുന്നത്, ഔദ്യോഗിക പാനലിൽ നിന്നും മാറി അബ്രഹാം മാത്യു മത്സരിക്കുന്നു. അതിൻ്റെ നോമിനി ലിസ്റ്റൻ സ്റ്റീഫനാണ്. അബ്രഹാം സാറ് തന്നെ പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ പിന്മാറാം, ലിസ്റ്റൻ സ്റ്റീഫൻ പറയണം, എന്നെ നിർത്തിയത് ലിസ്റ്റൻ സ്റ്റീഫനാണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കറിയാം, അവിടെ പറഞ്ഞ സംഭവങ്ങളാണ്. ഒരു ഔദ്യോഗിക ഇതിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വിമതനെ കൊണ്ട് മത്സരിപ്പിക്കാൻ വേണ്ടി ലിസ്റ്റൻ സ്റ്റീഫന് കഴിഞ്ഞത്? ഇത് പുള്ളിയുമ്മ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞായിരിക്കും, അല്ല വലിയ കാര്യമില്ല. പക്ഷെ എബ്രഹാം ചേട്ടൻ എൻ്റെ വളരെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഫാമിലി ആയിക്കോട്ടെ, ഏറ്റവും അടുത്ത സുഹൃത്താണ്. കാര്യം ഇന്ന് ഉള്ളവരിനേക്കാൾ കൂടുതലൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്ക് അപ്പോൾ അതായത് നമ്മുടെ ഔദ്യോഗിക പാനലായിട്ട് മത്സരിക്കാനായിട്ട് ഇവൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? അല്ല, ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ, അല്ലല്ല അങ്ങനെയല്ല. പറ്റാഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷനിൽ അന്നൊരു തീരുമാനം പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ ഉള്ള 5 വർഷത്തിനുള്ളിൽ, അല്ലല്ല അന്ന് നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, 5 വർഷത്തിനുള്ളിൽ സിനിമ അതെ 5 വർഷത്തിനുള്ളിൽ സിനിമ എടുക്കുന്നവർ എന്നുള്ള ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറെ പേർക്ക് അതിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം അവരും പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ. അപ്പൊ അവർക്കതൊരു ബുദ്ധിമുട്ടായെന്ന് തോന്നിയപ്പോൾ നമ്മൾ കറന്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയും കുറച്ച് നാൾ മുമ്പ് പടം പ്രൊഡ്യൂസ് ചെയ്തവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പാനലായിപ്പോയി. അങ്ങനെ ഒരു പാനൽ വന്നു കഴിഞ്ഞപ്പം എബ്രഹാം ചേട്ടൻ അതിൻ്റെ അകത്ത് വന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, പുള്ളി പടം ചെയ്തുകൊണ്ടിരിക്കുന്ന അതെ, പുള്ളി പടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് മത്സരിക്കണമെന്നില്ലായിരുന്നു. അല്ല, പുള്ളിക്ക് മത്സരിക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ തന്നെ പുള്ളി അത് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പേര് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ ഞാനാണ് സൈൻ ചെയ്ത് കൊടുത്തത് പുള്ളിയുടെ എലക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ടിട്ട്. അപ്പോൾ എന്തോ കാരണത്താൽ, അതായത് പാനലായിട്ട് വന്നപ്പോൾ പുള്ളിക്ക് നിൽക്കാനായിട്ട് പറ്റിയില്ല, അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറെ പുതിയ ആളുകളുടെ പേര് എലക്ഷന് അലിക്കറിയാലോ, നമ്മള് 30 പേരോളം ഉണ്ടായിരുന്നു അല്ലെ. അപ്പം കുറെ പേരെല്ലാം ഓരോരുത്തർ, രഞ്ജിത്തേട്ടന്, സുരേഷ് ഏട്ടന്, സിയാദ് ഖാൻ, ആൻഡോ ചേട്ടന് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും മാറി അല്ലെ. അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് എത്തിയപ്പോ എന്താന്ന് വെച്ചാൽ എബ്രഹാം ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ എബ്രഹാം ചേട്ടന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനാണ് സജസ്റ്റ് ചെയ്തതും ഒപ്പിട്ട് കൊടുത്തതും ഞാനാണ്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, പുള്ളിയുടെ മാറാനായിട്ട് പലരും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു പുള്ളി അത് മാറത്തില്ല, അല്ലെങ്കിൽ ലിസ്റ്റും പറയുകയാണെങ്കിൽ ഞാൻ മാറാമെന്ന് ഇവന് പറഞ്ഞു. അപ്പം എനിക്ക് പുള്ളിയോട് മാറാൻ പറയാൻ പറ്റത്തില്ല, കാരണം ഞാനാണ് ഒപ്പിട്ട് കൊടുത്തത്. പുള്ളിക്ക് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പുള്ളി നിന്നോട്ടെ, അതാണ് എൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ പുള്ളി നിന്നു. അദ്ദേഹം വിജയിച്ചു. അതെ, അതൊരു രാഷ്ട്രീയത്തിൽ പറഞ്ഞ ഒരു വിമത പ്രവർത്തനമല്ലേ? രാഷ്ട്രീയമായിട്ട് ഒരു വിമത പ്രവർത്തനമായിട്ട് വരില്ലേ? ഔദ്യോഗിക പാനലിനെതിരെ ഒരാളെ കൊണ്ട് നിർത്തുകയും നോമിനേറ്റ് ചെയ്യുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മിടുക്കൊണ്ട് അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നു. അത് വരുമ്പോൾ ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പാനലിലുള്ള ഒരാളാണ് പരാജയപ്പെടുന്നത് അല്ലേ? ഈ പാനലിലുള്ള ഒരാളാണ് പരാജയപ്പെടുന്നത്. നിങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്യിക്കാൻ, നിങ്ങൾ ഒരുമിച്ച് പോസ്റ്റ് പിറക്കിയ ഒരാളാണ് പരാജയപ്പെടുന്നത്. അത് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വിമത നീക്കമെന്ന് പറയില്ലേ? അപ്പൊ അതിന് അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മള് സൈൻ ചെയ്ത് കൊടുത്തപ്പം ഇത് 10-31 പേരുണ്ട്. ആ കൂടെ മത്സരിച്ചോട്ടെ എന്നാ ഓർത്ത്. അങ്ങനെയാണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. പല ആൾക്കാർ പറഞ്ഞപ്പോൾ പല ആളുകൾ പിന്മാറിയപ്പോൾ പല ആളും പിന്മാറാൻ തയ്യാറല്ല.
പിന്മാറാൻ തയ്യാറായില്ല. ലിസ്റ്റും പറയണം. അല്ല, അപ്പൊ ഞാൻ പറയണം, അപ്പൊ എനിക്കത് പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്ക് നിക്കണം എന്നുള്ളപ്പോ ആൾക്ക് നിക്കണം എന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, ഞാൻ പറയാനായിട്ട് പോയില്ല. ചേട്ടാ പറയണത് ശരിയല്ല എന്ന് പറയുമ്പോ അവിടെ വേറൊരു പ്രശ്നങ്ങളുണ്ട്. പുതിയ പാനലിൽ എന്തിനാ മത്സരിച്ചത്? അവിടെ ലിസ്റ്റും പറയാണ് ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഔദ്യോഗിക പാനലിന്റെ കൂടെ തന്നെയാണല്ലോ ഞാൻ നിന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ആദ്യമേ എലക്റ്റഡ് ആയി. പക്ഷെ ഞാനും ആന്റോ ചേട്ടനും രാകേഷ് ചേട്ടനും ഞങ്ങളെല്ലാം സിയാദക്കയും സുരേഷ് ചേട്ടനെ എല്ലാം നയിക്കുന്ന ഒരു പാനലാണ്. അതിൽ വന്നില്ലല്ലോ, മനസ്സിലായോ? അതിൽ വന്നില്ലാത്ത പുള്ളിക്ക് നിൽക്കാം. ഇതൊരു സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കാനുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോ പുള്ളി ജയിച്ചു വന്നു. ഇപ്പൊ എല്ലാം നമ്മളെല്ലാം ഒന്നാണ്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ പാനൽ ഫോം ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ഇബ്രാഹിം ചേട്ടന് സൈൻ ചെയ്ത് കൊടുത്തത്. അങ്ങനെയാണല്ലോ. അല്ലാതെ ഇതെല്ലാം ഞങ്ങളുടെ പാനലെല്ലാം ഫോം ആയി കഴിഞ്ഞിട്ടല്ല ഞാൻ സൈൻ ചെയ്തത്. കൃത്യമായിട്ട് പറയാം. ഇപ്പോഴാണ് കൃത്യത വന്നത്. അതിന് മുമ്പാണ് സൈൻ ചെയ്ത് കൊടുത്തത്. അത് കൃത്യമായ, കാരണം ഇത് വിഡ്രോ ചെയ്യാനായിട്ട് 28-ാം തീയതി വരെ ടൈം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതെ അതെ. നമ്മൾ ഫോം 22-ാം തീയതി 21-ാം തീയതി മുതൽ ഓഫീസിൽ നിന്ന് കിട്ടുമായിരുന്നു. ആ കിട്ടിയ സമയത്ത് തന്നെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. ചേട്ടൻ നിൽക്കാൻ റെഡിയാണോ? ഞാൻ ഓക്കെ. അതിപ്പം ഞങ്ങളുടെ അസോസിയേഷനിലുള്ള ഇപ്പൊ പലരും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആ സമയത്ത് മനസ്സിലായോ?